നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ, അതായത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കയ്യിലുള്ള ഒരു ഭയങ്കര പവറിനെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന തന്നെ തന്നിട്ടുള്ള ഒരു താക്കോൽ. എന്താണ് ഈ ശക്തി? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോ നമുക്ക് നേരെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാമല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടു. നിങ്ങൾ ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടുക? ആരെയാണ് ചോദ്യം ചെയ്യുക? സർക്കാരിനെയാണോ അതോ വേറെ ആരെങ്കിലുമാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് ചികഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതാ അതിനുള്ള ഉത്തരം: റിട്ട് അധികാരപരിധി. അപ്പോ എന്താണിത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ മൗലികാവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാൻ അധികാരം കൊടുക്കുന്ന ഒരു ഭരണഘടനാപരമായ സംവിധാനമാണിത്. കോടതിക്ക് ചില പ്രത്യേക ഉത്തരവുകൾ, അതായത് റിട്ടുകൾ ഇറക്കാൻ പറ്റും. ശരി, അപ്പോ ആർക്കൊക്കെ എതിരെയാണ് ഈ ഒരു പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം ഭരണകൂടം തന്നെയാണ്. അപ്പോ ഈ ഭരണകൂടം എന്ന് പറയുമ്പോ ആരാണതിൽ വരുന്നത്? ഈ കാണുന്നതുപോലെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പാർലമെന്റ്, നിയമസഭകൾ. അതുമാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വരെ ഇതിന്റെ പരിധിയിൽ വരും. ഇവരെല്ലാം നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വെറും ഗവൺമെന്റ് ഓഫീസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സർക്കാരിന്റെ അധികാരം മറ്റൊരുപാട് സ്ഥാപനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ശരിക്കുള്ളൊരു രസകരമായ കാര്യം വരുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കാൻ പോലും ചെയ്യാത്ത സ്ഥാപനങ്ങളിലെ ഇന്ത്യൻ റെയിൽവേ, എയർപോർട്ട് അതോറിറ്റി, യൂണിവേഴ്സിറ്റികൾ, എന്തിനേറെ RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ, ഇവരെ പോലും ഈ റിട്ട് അധികാര പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവരൊക്കെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പൊതുവായ ചില കടമകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടുതന്നെ അവരും ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ കാര്യം. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. നമ്മുടെ ഈ പൗരശക്തിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒന്ന്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഈ അധികാരം ഇവിടെ തീരുമോ? ഒരു പ്രൈവറ്റ് കമ്പനിയെ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ നമുക്കിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. പൊതുവെ പറഞ്ഞാല് ഇല്ല, പറ്റില്ല. കാരണം റിട്ടുകൾ പ്രധാനമായും ഭരണകൂടത്തിനെതിരെയാണ്. പക്ഷേ ചില വളരെ പ്രത്യേക, നിർണായകമായ സാഹചര്യങ്ങളിൽ ഉത്തരം അതെ എന്നാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇത് സാധ്യമാണ്. അപ്പോ എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? നോക്കൂ, പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹേബിയസ് കോർപ്പസ്. ഒരാളെ നിയമവിരുദ്ധമായി ആരെങ്കിലും തടഞ്ഞുവെച്ചാൽ, അതൊരു പ്രൈവറ്റ് വ്യക്തിയാണെങ്കിൽ പോലും കോടതിക്ക് ഇടപെടാം. രണ്ടാമത്തത് മാൻഡമസ്. ഇപ്പോ ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ, അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണല്ലേ, പക്ഷേ അവർ ചെയ്യുന്നത് ഒരു പൊതുവായ കടമയാണ്. ആ കടമ അവർ ശരിക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ കോടതിക്ക് ഉത്തരവിടാം. കണ്ടില്ലേ നമ്മുടെ അധികാരത്തിന്റെ ഒരു വ്യാപ്തി? അപ്പോ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മൾ വളരെ ലളിതമായ എന്നാൽ വളരെ ശക്തമായൊരു തത്വത്തിലേക്കാണ് എത്തുന്നത്. അധികാരം എവിടെയുണ്ടോ അവിടെ ഉത്തരവാദിത്വവുമുണ്ട് എന്ന തത്വം. ഈയൊരു വാചകം കേൾക്കുമ്പോൾ എല്ലാം വ്യക്തമാകും. ആരാണോ പൊതു അധികാരം കൈയാളുന്നത് അല്ലെങ്കിൽ ഒരു പൊതുവായ ഡ്യൂട്ടി ചെയ്യുന്നത്, ആ സ്ഥാപനത്തെയും ഉത്തരവാദിത്വത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ റിട്ടുകൾക്ക് കഴിയും. അത് ഗവൺമെന്റ് ആയാലും പൊതുമേഖലാ സ്ഥാപനമായാലും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനം തന്നെയായാലും ശരി. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തം എന്ന വാക്കിന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പുതിയ അർത്ഥം വന്നിട്ടുണ്ടോ? നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇത്രയും പവർഫുള്ളായ ഒരു ഉപകരണം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവ്, അതുതന്നെ ഒരു വലിയ ശക്തിയാണല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.